കൃഷ്ണൻകുട്ടിയുടെ സ്വപ്നങ്ങൾ നിറയെ ശില്പങ്ങളാണ്. ജീവിത സായന്തനത്തിലും സദാ ശില്പനിർമ്മാണത്തിൽ വ്യാപൃതനായിരിക്കുന്നു ഈ 63-കാരനായ ശില്പി. വെറുമൊരു ചിത്രം കൃഷ്ണൻകുട്ടിയുടെ മുന്നിൽ വെച്ചുകൊടുത്താൽ മതി. അധികം വൈകാതെ തടിയിൽ അതേ രൂപം കൃഷ്ണൻകുട്ടി കൊത്തിയൊരുക്കും. 63-കാരനായ ഈ ശില്പി വർക്കല തോക്കാട് സ്വദേശിയാണ്. 5ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് ശില്പനിർമ്മാണത്തോട് കൃഷ്ണൻകുട്ടിക്ക് കമ്പമേറിയത്. തൊട്ടടുത്ത വീട്ടിൽ ഒരാൾ ഭംഗിയുള്ള രൂപങ്ങൾ തടിയിൽ കൊത്തിയൊരുക്കുന്നത് കണ്ട് കൃഷ്ണൻകുട്ടി പലപ്പോഴും കൊതിച്ചുപോയിട്ടുണ്ട്. തനിക്കും ഇതിനായിരുന്നെങ്കിലെന്ന്. സ്വപ്നങ്ങളിൽ ശില്പങ്ങൾ മാത്രം നിറഞ്ഞപ്പോൾ പഠനം മുടങ്ങി. 8ാം തരത്തിൽ പഠനം നിർത്തി. പിന്നെ 18ാം വയസ്സിൽ തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറി. അവിടെ ടയോട്ട ലാൻസർ കമ്പനിയിൽ ജോലി കിട്ടി. ശില്പനിർമ്മാണമായിരുന്നു ഇവിടെയും ജോലി. 60ാം വയസ്സുവരെ ഇവിടെ തന്നെ പണിയെടുത്തു. പിന്നീട് നാട്ടിലെത്തി ശില്പനിർമ്മാണത്തിൽ വ്യാപൃതനായി. കല ഒരാൾ എന്നെ പോലെ ഒരാൾ ചെയ്യുന്നത് കണ്ട്, ആന, സിംഹം, കുതിര, ഇങ്ങനെ മൃഗങ്ങളെല്ലാം മരത്തി ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും അതുപോലെ പഠിക്കണം, ചെയ്യണമെന്നൊരാർവം. അതിൻ്റെ പേരിൽ അവരുടെ കൂടെ പോയി ചോദിച്ചു, ഞാനും കൂടെ പഠിച്ചോട്ടെ എന്ന്. പഠിച്ചോടാ വന്നെന്ന് പറഞ്ഞു. എങ്ങനെ അവരുടെ കൂടെ പോയി ഒരു 3 വർഷം ഈ പണിയിൽ സർവീസ് ചെയ്തു. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഈ 5ാം ക്ലാസ്സിൽ പഠിപ്പും 3 വർഷത്തെ പണിയും കൂടെ ആയപ്പോൾ 8ാം ക്ലാസ് വരെയും പഠിച്ച്. 8ാം ക്ലാസ് പഠിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പണി ഒരുവിധം പഠിച്ചു കഴിഞ്ഞു. അതോടെ ആ പഠിപ്പ് വിട്ടിട്ട് പുറത്ത് പണിക്കിറങ്ങി ഒരു 2-3 വർഷം നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ പണി ചെയ്ത് കഴിഞ്ഞു. ഒരു 10-20 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി, ചെന്നൈയിൽ പോയി കുറച്ച് നാൾ വേറൊരാളുടെ കൂടെ കൂലിക്കൊക്കെ പണി ചെയ്തൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ മാരേജായി. എങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടൊയോട്ട, ലാൻസൺ ടൊയോട്ട എന്ന് പറഞ്ഞൊരു ഷോറൂമുണ്ട് ചെന്നൈയിൽ, കോയമ്പേട്. ആ കമ്പനിയിൽ എന്നെ പണിക്ക് അവർ വിളിച്ച് മന്ത്ലി പേയ്മെൻ്റായിട്ട് വിളിച്ച് 27 വർഷം ആ കമ്പനിയിൽ ഇതേ പണി തന്നെ ചെയ്തു. ശില്പനിർമ്മാണത്തിന് പുറമെ വീടുകൾക്ക് ആവശ്യമുള്ള മോടിയുള്ള കതകുകൾ കൊത്തിയൊരുക്കലും മറ്റ് അത്യാവശ്യം പണികളുമൊക്കെയുണ്ട്. ശേഷിക്കുന്ന കാലവും ഇതുപോലെ തുടരണമെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ ആഗ്രഹം. ACV ന്യൂസ്, വർക്കല.